ഹലോ, ഇന്ന് നമുക്ക് 43 ഇഞ്ച് TCL ആൻഡ്രോയിഡ് LED ടിവിയുടെ ഇൻസ്റ്റലേഷനും അതിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. TCL ഒരു ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യയിൽ കുറേ നാളുകളെ വിൽക്കപ്പെടുന്ന ഒരു മികച്ച ബ്രാൻഡുകളിൽ ഒന്നാണ് ഈ TCL കമ്പനി. ഈ മോഡലിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 1920x1080 പിക്സൽ ഫുൾ HD ആണ്. ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സർട്ടിഫൈഡ് ആൻഡ്രോയിഡ്, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. 2 HDMI പോർട്ടും ഒരു USB പോർട്ടാണ് ഇതിനുള്ളത്. അതുകൂടാണ്ട് തന്നെ 20 വാട്ട്സിൻ്റെ ഡോൾബി എഫക്റ്റഡ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണ് ഇതിൻ്റെ പ്രത്യേകത. ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴി നമുക്ക് വോയിസ് സെർച്ചിലൂടെ നമുക്ക് പ്ലേ സ്റ്റോർ, ആൻഡ്രോയിഡ്, യൂട്യൂബ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷനുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഒരു സ്മാർട്ട് റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് TCL. TV ഇരിക്കുന്ന റൂമിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് പാനൽ, ബാക്ക് ലൈറ്റ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് TVയുടെ ബ്രൈറ്റ്നെസ് ഒക്കെ ഓട്ടോമാറ്റിക് ആ റൂമിലെ ലൈറ്റിൻ്റെ അനുസരിച്ച് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ TVയുടെ. ഹൈ കോൺട്രാസ്റ്റ് HDR ഡിസ്പ്ലേയും 5.1 ഡോൾബി സറൗണ്ട് സൗണ്ട് എഫക്റ്റുമാണ് ഇതിലുള്ളത്. എല്ലാത്തരം കസ്റ്റമേഴ്സിനും നല്ലൊരു ചോയ്സാണ് ഈ TCLൻ്റെ ഈ മോഡൽ LED TV. $22,990 ഇതിന് റിലയൻസ് ഡിജിറ്റലിൽ ഓഫർ പ്രൈസ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. സാധാരണ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സാധാരണ ഈ റേറ്റിൽ കിട്ടാവുന്ന നല്ലൊരു ചോയ്സാണ് ഈ TCLൻ്റെ ഈ മോഡൽ TV. 3 years വാറണ്ടി കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഹോം മെനുവിൽ നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിമോട്ടിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഈ യൂട്യൂബിലോട്ടൊക്കെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറൊക്കെ നമുക്ക് ഡയറക്റ്റ് ബട്ടണിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും.